പൂച്ചകഥകളുടെ 11ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ മഞ്ഞക്കുട്ടിക്ക് എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. അമ്മയെ അന്വേഷിച്ചു പോയ മഞ്ഞക്കുട്ടി വീടിൻ്റെ അടുക്കളയിലെത്തി. പുതിയ ലോകം കണ്ട് അവൻ ആകെ അമ്പരന്നു പോയി. നല്ല മണമൊക്കെ വരുന്നുണ്ട് അകത്തുനിന്ന്. ഇവിടെ വേറെ ആരെയും കാണണില്ലല്ലോ. ഇവിടെ കാത്തിരിക്കാം. അമ്മ ഭക്ഷണം കഴിക്കാൻ ഇവിടെ വരുമായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവനൊരു ശബ്ദം കേട്ടത്. അവൻ വേഗം അവിടെ കണ്ട പലകേൻ്റെ അടിയിൽ ഒളിച്ചു. പക്ഷേ അത് അമ്മയായിരുന്നു. അവൻ ഓടി അമ്മേൻ്റെ അടുത്തേക്ക് ചെന്നു. മോളെ, നിന്റെ മറ്റ് 2 അനിയന്മാരെയും ആ ചെമ്പനായ പിടിച്ചു തന്നെ തോന്നണത്. ഒരാളെ എൻ്റെ കയ്യിൽ നിന്നാണ് പിടിച്ചത്. അത് കേട്ട് അവൾക്കാകെ സങ്കടമായി. അപ്പം ഇനി അവർ വരില്ലേ അമ്മേ, അവൾ പറഞ്ഞു. ഇതെല്ലാം കേട്ട് അച്ഛൻ ആ വഴിയിൽ വന്നു. അച്ഛൻ അവിടെ എല്ലാം അടുത്തു നോക്കി. ശരിയാണ്, ചെമ്മനായൻ്റെ മണം ഇവിടെയൊക്കെയുണ്ട്. മഞ്ഞക്കുട്ടി സങ്കടം സഹിക്കാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഓടി ചെന്നു. ഇനി മേലാൽ എവിടേക്കും പോകരുത്. അമ്മ പറയണത് അനുസരിക്കണം. പോയാൽ പട്ടി പിടിക്കും, അച്ഛൻ പറഞ്ഞു. ഇനി മേലാൽ ഞാൻ എവിടെയും പോവില്ല. അമ്മയെ കൂടെ തന്നെ ആയിരിക്കുള്ളൂ. അമ്മ പറയണതും അനുസരിക്കും, മഞ്ഞക്കുട്ടി പറഞ്ഞു. അതിനുശേഷം അവൾ സുഖമായി ജീവിച്ചു. അച്ഛനും അമ്മയും പറയണതും അനുസരിച്ചു. പാത്തുക്കുട്ടിയാകട്ടെ അവൾക്ക് തക്കുടു എന്ന് പേരിട്ടു. തക്കുടു അമ്മയുടെയും പാത്തുക്കുട്ടിയുടെയും കൂടെ സന്തോഷത്തോടെ ജീവിച്ചു.